നമ്മുടെ പ്രകൃതിയിൽ വളരെയധികം വിചിത്രമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിജീവിക്കുന്ന മരങ്ങളുണ്ട്. വനങ്ങളെയും ഇടിമിന്നലിനെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു രഹസ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ഒരു നിമിഷം കണ്ണുകളടച്ച് വിശാലമായൊരു ഉഷ്ണമേഖലാ മഴക്കാടിനെ മനസ്സിൽ കാണുക. നിങ്ങൾക്കങ്ങനെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ വീഡിയോയിൽ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അന്തരീക്ഷം ഈർപ്പം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഘോരമായ ഒരു ഇടിമുഴക്കം മേഘങ്ങൾ പിളർന്ന് താഴേക്ക് വരികയാണ്. ഒരു മിന്നൽ പിണർ ആകാശത്തിലൂടെ വളഞ്ഞു പുളഞ്ഞ് കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മരത്തിന്മേൽ ആഞ്ഞടിക്കുന്നു. രണ്ട് സാധ്യതകളുണ്ട്. ആ മരം പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് രണ്ടായി പിളർന്നു മാറാനും സാധ്യതയുണ്ട്. ഇതൊന്നും സംഭവിക്കാതെ സുരക്ഷിതമായ ആ മരം നിൽക്കുകയാണെങ്കിൽ 1-2 ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ അത് പട്ടുപോകും. എന്നാൽ ഒരു പ്രത്യേകതരം മരം ഈ ഭീകരമായ അവസ്ഥയെ അതിജീവിക്കുന്നത് ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ അടുത്ത് വല്ലപ്പോഴും മാത്രമല്ല, സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. അതിജീവിക്കുക മാത്രമല്ല, കൂടുതൽ കരുത്തോടെ തഴച്ചു വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. ഇതിന് കാരണം ഈ മരത്തിന് ഇടിമിന്നൽ ഒരു മരണ വാറണ്ടല്ല, പകരം ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കഥയല്ല, യഥാർത്ഥ ശാസ്ത്രമാണ്. പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ടോങ്ക ബീൻ മരം അഥവാ ഡിപ്റ്റെറിക്സ് പനാമെൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരങ്ങൾക്കാണ് അമ്പരപ്പിക്കുന്ന ഈ ഒരു കഥയുള്ളത്. ഇടിമിന്നൽ ആകാശത്തിലെ വെറുമൊരു പ്രകാശം മാത്രമല്ല എന്ന് നമുക്കറിയാം. ഭൂമിയിലെ ഏറ്റവും പ്രകൃതിദത്തമായ ശക്തമായ വൈദ്യുത പ്രവാഹമാണ്. ലക്ഷക്കണക്കിന് വോൾട്ട് വൈദ്യുതി ഒരു സെക്കൻഡിൻ്റെ ചെറിയൊരംശം സമയത്തിനുള്ളിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അതിശക്തമായി പ്രവഹിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം. എന്നാൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടിമിന്നൽ എപ്പോഴും ഭൂമിയിലേക്ക് എത്തുന്നതിന് വേണ്ടി എളുപ്പമുള്ള വഴിയാണ് തേടുക. ഉയരമുള്ളതും വെള്ളം നിറഞ്ഞതും ആഴത്തിൽ വേരുകളുള്ളതുമായ മരങ്ങൾ അതിന് പറ്റിയ ലക്ഷ്യങ്ങളാണ്. ഇനി ആദ്യം പറഞ്ഞ മരത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് എന്നൊന്ന് സങ്കല്പിച്ചേ. ഒരു 30-40 മീറ്റർ ഉയരത്തിൽ നിങ്ങളിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. നിങ്ങളുടെ പുറംതൊലി പ്രാണികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. ഇലകൾ സൂര്യപ്രകാശത്തിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. വേരുകൾ നിങ്ങളെ മണ്ണിലേക്ക് മുറുകെ പിടിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ സുഖമായി നിൽക്കുമ്പോഴാണ് ഒരു മിന്നൽ പിണർ അപ്രതീക്ഷിതമായി നിങ്ങളുടെ തലയിൽ വന്നടിക്കുന്നത്, അല്ലെങ്കിൽ തടിയിൽ വന്നടിക്കുന്നത്. ഏകദേശം 30,000 ആംപിയർ വൈദ്യുതിയാണ് വന്ന് കയറിയത്. ഇത് മനസ്സിലാക്കുന്നതിന് നമ്മുടെ വീട്ടിലെ സർക്യൂട്ട് ബ്രേക്കർ ഒരു 15-20 ആംപിയർ കറണ്ട് വന്ന് കയറിയ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. സോ ഒരു ദിവസം മുഴുവൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയേക്കാൾ കൂടിയ വൈദ്യുതിയാണ് ഒരു മിന്നൽ ഒറ്റയടിക്ക് ഒരു മരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മരങ്ങളുടെ ഉൾവശം പ്രധാനമായിട്ടും ജലമാണ്, പ്രത്യേകിച്ച് മരക്കറ കലർന്ന ജലം. പഞ്ചസാരകളും പോഷകങ്ങളും രാസവസ്തുക്കളും അടങ്ങിയ ഈ ദ്രാവകം അത്ര നല്ല രീതിയിൽ വൈദ്യുതി കടത്തിവിടുന്ന ഒരു സാധനമല്ല. അതായത് മിന്നൽ മരത്തിലൂടെ താഴേക്ക് സഞ്ചരിക്കുമ്പോൾ വൈദ്യുതിക്ക് ഒരു തടസ്സം നേരിടും, പ്രതിരോധം എന്ന് നമ്മൾ പറയും. ഫിസിക്സിൽ നമുക്കറിയാം, വൈദ്യുതിക്ക് റെസിസ്റ്റൻസ് നേരിടുമ്പോൾ എന്ത് സംഭവിക്കും? അത് ചൂടാകും. നമ്മുടെ പഴയ മഞ്ഞ ബൾബൊക്കെ കത്തുന്നത് അതിനകത്തുള്ള ടങ്സ്റ്റന് നല്ല പ്രതിരോധം ഉള്ളതുകൊണ്ട് അത് ചൂടായി പഴുത്ത് ആ ഒരു പ്രകാശവും ചൂടും പുറത്തു വിടുകയാണ്. അപ്പോൾ വളരെയധികം താപമാണ് ഉണ്ടാവുക. ഈ ഒരു താപം കാരണം മരത്തിനുള്ളിലെ നീര് ചൂടാവുകയല്ല, മറിച്ച് തൽക്ഷണം നീരാവിയായിട്ട് മാറും. അടച്ചു വെച്ച ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ നീരാവി നിറയുന്നത് പോലെ ആ ഒരു നീരാവിക്ക് പുറത്തു പോകാൻ വഴിയില്ലാത്ത രീതിയിൽ സമ്മർദ്ദം കാരണം അങ്ങനെ നിൽക്കുകയും പിന്നീട് മരത്തിൻ്റെ തടി പൊട്ടിത്തെറിച്ച് അത് പുറത്തേക്ക് തെറിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന അതിശക്തമായ സ്ഫോടനം. നമ്മളപ്പോൾ ആ മരത്തിൽ മിന്നൽ വീണു എന്ന് പറയാറുണ്ട്. പുറംതൊലി ചിതറിത്തെറിക്കുന്ന, ശിഖരങ്ങൾ ഒടിഞ്ഞ് ദൂരേക്ക് തെറിക്കുന്ന, ചിലപ്പോൾ തായ്തടി തന്നെ രണ്ടായിട്ട് പിളർന്നു പോകുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ആ പൊട്ടിത്തെറിയെ പലപ്പോഴും നമ്മൾ കാണുന്നത്. മരം പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ പോലും നാശനഷ്ടങ്ങൾ ഭീകരമായിരിക്കും. വൈദ്യുത പ്രവാഹം അതിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളെ തന്നെ കരിച്ചു കളയും, വേരുകൾ തകർക്കും. മരത്തിന് തൽക്ഷണം ഒറ്റ നോട്ടത്തിലൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു ആഴ്ചയോ മാസമോ ഒക്കെ കൊണ്ടത് പൂർണ്ണമായി പട്ടുപോകും. പോരാത്തതിന് ഇടിമിന്നൽ കാട്ടുതീക്ക് കാരണമാവുകയും ചെയ്യാം. അങ്ങനെ അവിടെയുള്ള മുഴുവൻ സസ്യങ്ങളും നശിക്കുകയാണ്. ഇനി നമുക്കൊരു അപൂർവ മരത്തെ പരിചയപ്പെടാം. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. ഒറ്റ നോട്ടത്തിൽ ഈ മരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയേയില്ല. ഇതിന് ഇരട്ടത്ത് തിളങ്ങാനോ കവചം പോലെയുള്ള പുറന്തോടോ ഒന്നുമില്ല. കാഴ്ചയിൽ ഒരു വിചിത്രതയും ഇല്ല. മാത്രമല്ല, ഈ ഒരു ടോങ്കോ ബീൻ മരം തെക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലും മധ്യ അമേരിക്കയിലും ഒക്കെയുള്ള ഉഷ്ണമേഖലാ വനപ്രദേശങ്ങളുടെ താഴ്ന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു മരമാണ്. 50 മുതൽ 55 മീറ്റർ വരെ വളരുന്ന ഈ മരങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഒരു 15 നില കെട്ടിടത്തിനേക്കാൾ പൊക്കമുണ്ടെന്ന് കാണാൻ കഴിയും. കട്ടിയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള തായ്തടികൾ, ഇടതൂർന്ന ഇലകളും ഒക്കെയുള്ള ഇതിനെ കോസ്റ്റാറിക്ക, പനാമ, ഹോണ്ടുറാസ്, നിക്കോരാഗെ, കൊളംബിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിലൊക്കെ പൊതുവെ കാണാറുണ്ട്.
ഇതിന് വാനിലയുടെയും ബദാമിൻ്റെയും കറുവപ്പട്ടയുടെയും ഒക്കെ ഗന്ധം ചേർന്ന ഒരു രാസവസ്തു പുറത്തുവിടാൻ കഴിയും. അതിൻ്റെ പേരാണ് കൂമറിൻ. ഇനി നമുക്ക് ഗവേഷണത്തിലേക്ക് വരാം. പനാമയിൽ കാലാവസ്ഥാ വ്യതിയാനവും ഇടിമിന്നലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇടിമിന്നൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കുകയുമായിരുന്ന ഒരു കൂട്ടം പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം അപ്രതീക്ഷിതമായി ശ്രദ്ധയിൽപ്പെട്ടു. അതായത് മരങ്ങൾക്ക് സ്ഥിരമായി മിന്നലേറ്റ് നശിക്കുന്ന വനപ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 10 വർഷത്തിനിടയിൽ ഒന്നിനു പുറകെ ഒന്നായി മരങ്ങളിൽ ഈ ഇടിമിന്നലിലൂടെ വൈദ്യുതാഘാതം ഏൽക്കുന്നതായിട്ടും അത് പട്ടുപോകുന്നതായിട്ടും ശ്രദ്ധിച്ചു. എന്നാൽ ഒരു ടൈപ്പ് സ്പീഷീസ് മരം മാത്രം അതിജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് അവർ കണ്ടു. അതിജീവിക്കുക മാത്രമല്ല, ഈ ഇടിമിന്നൽ വീണ് കഴിഞ്ഞത് തഴച്ചു വളരുകയും ചെയ്യുന്നുണ്ട്. എത്ര ഇടിമിന്നൽ ആ വനത്തിൽ പതിച്ചാലും ഈ ഒരു ടോങ്കോ ബീൻ മരം തല ഉയർത്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. സ്ഥലത്ത് ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ശക്തവും വ്യാപകവുമായി ആ മരത്തിൻ്റെ തൈകൾ അങ്ങോട്ട് വ്യാപിക്കുകയും വളരുന്നതും ഗവേഷകർ കണ്ടെത്താൻ തുടങ്ങി. ഇതായിരുന്നു ആദ്യത്തെ ഈ ഒരു ഗവേഷണത്തിനുള്ള സൂചന. ഈ മരത്തിന് ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് മാത്രമല്ല, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവുമുണ്ട്. പനാമയിലെ ബയോ റിസർച്ച് സെൻ്ററായ ബാരോ കൊളറാഡോ ദ്വീപിലാണ് അടുത്ത രംഗം അരങ്ങേറുന്നത്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ തവളകൾ മുതൽ ഫംഗസുകൾ വരെയുള്ള എന്തിനെക്കുറിച്ചും പഠിക്കാൻ വരുന്ന ഒരു സമൃദ്ധമായ സംരക്ഷിത മേഖലയാണിത്. വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഈ ഒരു താപനില കൂടൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇടിമിന്നലുകൾ ഫ്രീക്വൻ്റായിട്ട് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടോ എന്ന് പഠിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം മഴക്കാടുകളിൽ മരങ്ങളെ നിരന്തരം ഇല്ലാതാക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇടിമിന്നലാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇടിമിന്നൽ കൂടുമെന്നും അത് കാട്ടുതീയും മറ്റു രീതികളിലൂടെയും മരങ്ങളെ വീണ്ടും നശിപ്പിക്കുമെന്നും ഇതൊരു ലൂപ്പായി മാറുമെന്നും വനനശീകരണം, കാർബൺ ഡെപ്പോസിഷൻ, അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിൻ്റെ തകർച്ച എന്നിവയൊക്കെ തന്നെ ഉണ്ടാകുമെന്നും ഗവേഷകർ പേടിക്കുന്നുണ്ട്. സോ ഇതിനൊരു ശാസ്ത്രീയമായ ഡാറ്റ കിട്ടുന്നതിന് വേണ്ടി ഗവേഷകർ ഉയർന്ന എഫിഷ്യൻസിയുള്ള ആൻറ്റിനകളും ഫീൽഡ് സെൻസറുകളുമായിട്ട് ഒരു സിസ്റ്റം അവർ ഈ പഠിക്കുന്ന കാട്ടിൽ ഫിറ്റ് ചെയ്തിരുന്നു. മരങ്ങളുടെ മേലാപ്പിലും തറയിലുമൊക്കെ ഒരുതരം ഡിജിറ്റൽ വല പോലെയായിരുന്നു ഇവയെല്ലാം കൂടെ ഇരുന്നത്. ഈ ഉപകരണങ്ങൾക്ക് വളരെ കൃത്യതയോടെ ഇടിമിന്നൽ കണ്ടെത്താനും അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാനും കഴിയും. മിന്നൽ എവിടെയോ പതിച്ചു എന്ന് മാത്രമല്ല, കൃത്യമായി അതെവിടെയാണ് പതിച്ചതെന്നും 1 മീറ്റർ കൃത്യതയോടുകൂടി അത് പറയാനും ഗവേഷകർക്ക് ഈ ഉപകരണങ്ങൾ വെച്ച് കഴിയും. അങ്ങനെ 10 വർഷത്തിനുള്ളിൽ ഒരു പ്രത്യേക വനമേഖലയിൽ 100-ലധികം സ്ഥിരീകരിച്ച ഇടിമിന്നലുകൾ സംഘം രേഖപ്പെടുത്തി. ഓരോ തവണയും അവരിത് അളക്കാൻ തുടങ്ങി. ഏതൊക്കെ മരങ്ങൾ നശിച്ചു, ഏതൊക്കെ അതിജീവിച്ചു, ആ അതിജീവിച്ച മരങ്ങൾ ഏതൊക്കെ സ്പീഷീസിൽപ്പെട്ടതാണ്, ആഘാതത്തിൻ്റെ വ്യാപ്തി എത്രയാണ്, ചുറ്റുപാടുമുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് നാശമുണ്ടാക്കി. അങ്ങനെ അവർ ഉയരമുള്ള മരങ്ങൾക്ക് മിന്നലേൽക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കി. ചില മരങ്ങൾ പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിഞ്ഞു. മിക്കപ്പോഴും മിന്നൽ പതിച്ച സ്ഥലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാര്യമായ രീതിയിൽ മരങ്ങൾ സാധാരണ നശിക്കാറുണ്ടല്ലോ. ചെടികളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ തന്നെ കൂട്ടത്തോടെ പോകും. എന്നാൽ ഈ നാശത്തിനിടയിലെല്ലാം ഒരു വിചിത്രമായ മരം അത് ഒരു റോള് പോലെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു അതിജീവി, ഒരു സാക്ഷി. എപ്പോഴും വിജയം മാത്രം കാണുന്ന ഇടിമിന്നലിനെ അതിജീവിക്കുന്ന ടോങ്കോ ബീ മരം സ്ഫോടനമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഗവേഷകരുടെ ശ്രദ്ധാപാത്രമായി. ജീവൻ നിലനിർത്തുകയും കൂടുതൽ വലുതാകുകയും പ്രത്യുൽപാദനം നടത്തുകയും മറ്റു മരങ്ങൾ നശിക്കപ്പെട്ട സ്ഥലത്തേക്ക് സ്വന്തം തൈകൾ വാരി വിതറി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഈ മരം കാണിക്കുന്നുണ്ട്. ചുറ്റുമുള്ള സസ്യങ്ങളെ പരിശോധിച്ചപ്പോൾ ഗവേഷകർക്ക് കൂടുതൽ വിചിത്രമായൊരു കാര്യം മനസ്സിലായി. സാധാരണ വലിയ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ പരാതമായിട്ടുള്ള വള്ളിച്ചെടികളുണ്ടല്ലോ, അവ മിന്നലിന് ശേഷം ടോങ്കോ മരത്തിന് സമീപം എല്ലായ്പ്പോഴും പട്ടുപോയിരിക്കുകയാണ്. അടുത്തുള്ള ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം നശിച്ചു. എന്നാൽ ഈ മരത്തിന് ഇടിമിന്നൽ വീണതിൻ്റെ ഒരു പാടോ കരിഞ്ഞ രൂപമോ ഒന്നുമില്ല. ഗവേഷകർ ഈ മരത്തിനെ ലൈറ്റനിങ് ട്രാപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം ഇത് മിന്നലിനെ അതിജീവിക്കുക മാത്രമല്ല, അതിൻ്റെ ഊർജ്ജത്തെ വഴിതിരിച്ചു വിടുന്നു എന്ന് വരെ ഗവേഷകർക്ക് തോന്നി. എതിരാളികളെ ഇല്ലാതാക്കുന്ന രീതിയിൽ വൈദ്യുതിയെ കടത്തിവിടുന്ന ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇതെങ്ങനെ സാധ്യമാകും? എന്താണ് ഈ മരത്തിൻ്റെ ശരീരം കൊണ്ട് ഇതെങ്ങനെ ഈ ഞെട്ടിപ്പിക്കുന്ന കഴിവ് നേടിയെടുത്തു? പരിണാമം എങ്ങനെ അതിനെ ഒരു സ്വാഭാവിക മിന്നൽ രക്ഷാചാലകമാക്കി മാറ്റി? ഒരു മിന്നൽ ആക്രമണത്തെ അതിജീവിക്കാൻ ഒരു മരത്തിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. വൈദ്യുതി കാര്യക്ഷമമായി കടത്തിവിടാനുള്ള ഒരു മാർഗം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂടടിഞ്ഞു കൂടുകയുമില്ല, അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ജലം ബാഷ്പീകരിക്കുകയുമില്ല. പിന്നീട് ഇങ്ങനെ വരുന്ന ഊർജ്ജത്തെ സുരക്ഷിതമായി പുറത്തോട്ട് തള്ളിക്കളയാനുള്ളൊരു മാർഗം വേണം, പ്രത്യേകിച്ച് ചുറ്റുപാടുമുള്ള മണ്ണിലേക്ക്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മരം അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങുന്നത്. ഒന്നാമതായി ഉയർന്ന ഇൻറ്റേർണൽ കണ്ടക്ഷൻ അതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ മരത്തിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ടിഷ്യൂകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സൈലം, ഫ്ലോയം, നീർച്ചാൽ എന്നിവയിൽ ഒരു കൗതുകകരമായ കാര്യം കണ്ടെത്തി.
ടോങ്കോ ബീൻ മരത്തിന് അസാധാരണമായ രീതിയിൽ ഈർപ്പവും കുറഞ്ഞ വിസ്കോസിറ്റിയും നല്ല രീതിയിൽ വൈദ്യുതി കടത്തിവിടുന്നതുമായിട്ടുള്ള ഉള്ളിലെ നീരുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മരത്തിൻ്റെ നീരിലൂടെ വൈദ്യുതി സുഗമമായി കടന്നുപോകും. മറ്റു മരങ്ങളെപ്പോലെ വൈദ്യുത പ്രവാഹത്തെ പ്രതിരോധിക്കാൻ ഈ മരത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുതിരുന്നില്ല. ഒരു ചെമ്പ് കമ്പിയും റബ്ബർ ഹോസും തമ്മിലുള്ള വ്യത്യാസം ഓർത്താൽ മതി. മിക്ക മരങ്ങളും റബ്ബർ ഹോസുകൾ പോലെയാണ്. എന്നാൽ ടോങ്കോ ബീൻ മരം ഒരു ചെമ്പ് പൈപ്പ് പോലെയാണ്. മിന്നൽ രക്ഷാചാലകങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ അത് ഉയരത്തിൽ വീഴുന്ന വൈദ്യുതിയെ പിടിച്ചെടുത്ത് അതിനെ സ്വന്തം ശരീരത്തിലൂടെ കടത്തിവിട്ടിട്ട് അധിക സമയം മരത്തിൽ തങ്ങാതെ ഭൂമിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ വേരുകൾക്ക് വൈദ്യുതിയെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിതരണം ചെയ്ത് കളയാനുള്ള കഴിവുണ്ട്. ഊർജം പുറന്തള്ളുന്ന ഒരു ചെലന്തി വല പോലെ പല ഭാഗങ്ങളിലേക്കാണ് ഇതിൻ്റെ വേരുകൾ ചിതറിപ്പോകുന്നത്, അല്ലാതെ കുത്തനെ താഴേക്ക് മാത്രമല്ല. അപ്പോൾ ഇതിൻ്റെ വേരുകൾ വൈദ്യുതിയെ വ്യാപിപ്പിക്കുന്നതോടെ അതിൻ്റെ അടുത്തുള്ള എല്ലാത്തിലേക്കും വൈദ്യുതി എത്തിച്ചേരും. അതുകൊണ്ട് പരാതമായി വളരുന്ന വള്ളികളും ചെറിയ മരങ്ങളും ചുറ്റിലുമുണ്ടെങ്കിൽ പൂർണ്ണമായും അത് കരിഞ്ഞുണങ്ങി കാണപ്പെടാനുള്ള കാരണമായി ഇത് മാറുന്നു എന്ന് ഗവേഷകർ പറയുന്നു. ഇതൊന്നും പോരാത്തതിന് ഈ മരം ഘടനാപരമായി കൂടുതൽ ശക്തമാണെന്നും ഗവേഷകർ പറയുന്നുണ്ട്. പുറംതൊലി കട്ടിയുള്ള ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാൽ ഇടിമിന്നലിനെ നേരിടാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഇതെങ്ങനെ പരിണമിച്ചു? എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു മരത്തിന് അതിൻ്റെ ജീവിത കാലയളവിൽ ഇടിമിന്നൽ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു സംവിധാനത്തിനായി പരിണാമവേളയിൽ ഈ മരം ഇത്രത്തോളം ഊർജം ചെലവാക്കിയത്? സത്യത്തിൽ ഇത് മരണത്തെ ഒഴിവാക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അതിജീവനത്തിനുള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണ് ഇത് കാണുന്നത്. ഒരു മരം കാട്ടിൽ വീണാൽ അതിൻ്റെ സ്ഥാനത്ത് വളരാൻ നൂറുകണക്കിന് മറ്റു ചെടികളുടെ തൈകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരം ഈ വെല്ലുവിളിയെ മറികടക്കുന്നത് അതിൻ്റെ ഉയരം വച്ചോ എത്ര കാലം ജീവിക്കുന്നു എന്നത് വച്ചോ അല്ല, പകരം എതിരാളികളെ ഇല്ലാതാക്കുന്നതിലൂടെയാണ്. അതാണ് ടോങ്കോ ബീൻ മരം കൃത്യമായി ചെയ്യുന്നത്. ഇടിമിന്നൽ പതിക്കുമ്പോൾ വലിയ ഈ മരത്തിൻ്റെ 15-20 മീറ്റർ ചുറ്റളവിലുള്ള ബാക്കി എല്ലാ സ്പീഷീസുകളുടെ തൈകളും സസ്യങ്ങളും വള്ളിച്ചെടികളും നശിക്കുന്നു. അതിലൂടെ പിന്നീട് ഇതിൻ്റെ തൈകൾ വളരാനുള്ള ഒരു വെട്ടി നിരത്തലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മിന്നൽ പിണരിന് ഒരു 2.4 ടൺ വരെ ബയോമാസുകളെ ഇല്ലാതാക്കാനുള്ള ശേഷിയുണ്ട് ഒരു മിന്നലിന്. അപ്പോൾ ഇതൊരു മത്സരമാണ്. സ്വന്തം സ്പീഷീസ് വളർത്താനുള്ള ഒരു നഴ്സറിയാക്കുകയാണ് മിന്നലിലൂടെ ഈ മരം ചെയ്യുന്നത്. വാസ്തവത്തിൽ പനാമ പഠനത്തിലൊരു ഡാറ്റ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഒരു മിന്നൽ വീണതിന് ശേഷമുള്ള വർഷത്തിൽ ഈ സ്പീഷീസിൽപ്പെട്ട തൈകളുടെ അതിജീവന നിരക്ക് 14 മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതും ഈ ഒരു പർട്ടിക്കുലർ സ്പീഷീസിന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 30-40 വർഷത്തിനുള്ളിൽ ഒരു വനത്തിൻ്റെ ഘടന തന്നെ മാറ്റി സ്വന്തം സ്പീഷീസുകൾ കൊണ്ട് നിറയ്ക്കാൻ ഈ മരത്തിന് കഴിയും. പരിണാമപരമായി വൈദ്യുതാഘാതം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സ്പീഷീസുകൾ അപ്രത്യക്ഷമാകും. മിന്നലിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മരങ്ങളുടെ ജീനുകൾ മാത്രം പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. പരാതവള്ളികളും മരങ്ങളെ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികളും ഈ ഒരു ആഘാതം കൊണ്ട് മരിക്കുന്നു. പ്രകൃതിയുടെ സ്വന്തം ഇലക്ട്രിക്കൽ പ്രൂണിംഗ് എന്ന് നമുക്കിതിനെ വിളിക്കാം. വനത്തിനുള്ളിലെ ഒരു പട്ടാള ജനറലിനെ പോലെയാണ് ഈ സ്പീഷീസിനെ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാലാവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷി. ഇത് പരിണാമത്തെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? ചിലപ്പോൾ വിജയം എന്ന് പറയുന്നത് ടാക്റ്റിക്കലായി അപകടം ഒഴിവാക്കുന്നതിലൂടെ അല്ല ലഭിക്കുക. ആ ഒരു വെല്ലുവിളിയെ സ്വീകരിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് അതിനെ കീഴടക്കാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഈ ഒരു തരം മരം മാത്രമാണോ ഇങ്ങനെയുള്ളത്? അതായത് ഈ ഒരു പ്രതിഭാസം കാണിക്കുന്നത് അല്ലേ? സത്യത്തിൽ നമ്മൾ ഇതുപോലെയുള്ള മരങ്ങളെ തേടുകയായിരുന്നില്ല ഇതുവരെ. മിക്ക വനം പരിസ്ഥിതി ഗവേഷണങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മരങ്ങളുടെ വളർച്ചാ നിരക്ക്, ഇലകളുടെ പാറ്റേണുകൾ, അതിൻ്റെ രോഗപ്രതിരോധം, കാർബൺ എങ്ങനെ സംഭരിക്കുന്നു എന്നീ കാര്യങ്ങളിലേക്കാണ്. ഇടിമിന്നൽ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നും റഡാറിലുള്ള കാര്യമല്ല. കാരണം ഭൂരിഭാഗം ഗവേഷകരും മിന്നൽ എന്ന് പറയുന്നത് ഒരു ദോഷമായും വെല്ലുവിളിയായിട്ടും ആണ് കരുതി വച്ചിരുന്നത്. അത് പരിണാമത്തിൽ പ്രവർത്തിക്കില്ല എന്ന് അവർ വിചാരിച്ചു. ഭൂമിയിൽ അറിയപ്പെടുന്ന 60,000-ലധികം വലിയ മരങ്ങളുടെ സ്പീഷീസുകളുണ്ട്. കണ്ടെത്തുക കൂടി ചെയ്യാത്ത സ്പീഷീസുകൾ ഭൂരിഭാഗവും കൊടുങ്കാടുകളിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇവയൊക്കെ തന്നെ മിന്നൽ ഹോട്ട്സ്പോട്ടുകളിലാണ് സ്ഥിതി ചെയ്യുക. ആമസോൺ, കോങ്കോ, കിഴക്കൻ ഏഷ്യ. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ തന്നെ കൂടുതലായിട്ടും പഠിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാറ്റുകളോടും കൊടുങ്കാറ്റുകളോടും മിന്നലുകളോടും ഒക്കെ തന്നെ എങ്ങനെയാണ് ഈ മരങ്ങളൊക്കെ അതിജീവിച്ച് പരിണമിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അതിനാൽ ഈ മരങ്ങൾ നമ്മൾ കണ്ടെത്തിയ, അതായത് ഞാനീ പറയുന്ന കോങ്കോ ബീൻ മരം നമ്മൾ കണ്ടെത്തിയ ഇത്തരത്തിലുള്ള ആദ്യത്തെ മരമാകാനാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഒരു പുതിയ കണ്ടെത്തലിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓർക്കുക, ശാസ്ത്രത്തിന് നിലനിൽക്കാൻ നമ്മുടെ ആവശ്യമില്ല, അതിവിടെ തന്നെയുണ്ട്. പക്ഷേ മനുഷ്യൻ അതിജീവിക്കാൻ ശാസ്ത്രം ആവശ്യമാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ